ഹായ് ഓൾ, ഞാൻ ബ്രദർ ജിതിൻ, കാപ്പ് ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സാണ്. ഈ 2 വർഷത്തോളമായിട്ട് നമ്മൾ പൊതുവെ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, ബസ്സിൽ ഒരാൾ കുഴഞ്ഞു വീണു, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ സാധനം വാങ്ങിക്കാൻ നിന്ന ഒരാൾ കുഴഞ്ഞു വീണു. ഇത്തരം സിനാരിയോകളിൽ ഒരു പൊതുജനം, ഒരു കോമൺ പീപ്പിൾ എന്നുള്ള രീതിയിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുക, ആ ഒരു വിഷയത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. നമ്മളെല്ലാവരും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് BLS. എക്സ്പ്രഷൻ ചെയ്യുകയാണെങ്കിൽ ബേസിക് ലൈഫ് സപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ, ഒരാൾ കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ആൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ നോക്കണം. നമ്മൾ ഷോൾഡറിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് വിളിക്കാം, ഹലോ സർ അല്ലെങ്കിൽ ഹലോ ചേട്ടാ എന്ന് ടാപ്പ് ചെയ്ത് വിളിച്ചതിന് ശേഷം നമ്മൾ റെസ്പോണ്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. റെസ്പോണ്ട് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആളുടെ പൾസ് കിട്ടുന്നുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യണം. അതിനായിട്ട് നമ്മൾ 2 ഫിംഗർ യൂസ് ചെയ്തുകൊണ്ട് കരോട്ടിഡ് പൾസാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കഴുത്തിൻ്റെ ഈ സൈഡിലായിട്ട്, തൈറോയ്ഡ് ഗ്ലാൻഡ് ഇവിടെ ഇരിക്കുന്നത് കഴുത്തിൻ്റെ ഈ സൈഡിലായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൾസ് ഫീൽ ചെയ്യാൻ പറ്റും. ഇതേ സമയം തന്നെ ഈ കിടക്കുന്ന ആളുടെ സൈഡിലോട്ട് നമ്മൾ ഹെഡ് ചരിച്ചു കഴിഞ്ഞാൽ ആളുടെ ചെസ്റ്റ് മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കും. ചെസ്റ്റ് മൂവ് ചെയ്യാണ്, മുകളിലോട്ടും താഴോട്ടും മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് റെസ്പിറേഷൻ ഉണ്ട്, അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റെസ്പിറേഷൻ ഇല്ല എന്ന് അസസ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ആൾ ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. ഈ 3 അവസ്ഥകളും കാണുമ്പോഴാണ് നമ്മൾ ചെസ്റ്റ് കംപ്രഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് തുടങ്ങേണ്ടത്. അല്ലാതെ എല്ലാ പേഷ്യൻസിനും അല്ലെങ്കിൽ എല്ലാ വീണ് കിടക്കുന്ന ആളുകൾക്കും നമുക്ക് പോയിട്ട് ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും 3 സിനാരിയോകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചെസ്റ്റ് കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യാം. ചെസ്റ്റ് കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മൾ ഈ ലെവൽ അസസ് ചെയ്യാം. സ്റ്റേണം എന്ന് പറയും. നമ്മൾ നിപ്പിളിന്റെ സെൻട്രലായിട്ട് കുറച്ച് താഴെ സ്റ്റേണം ഉണ്ട്, അതിന്റെ തൊട്ട് മുകളിൽ ഈ 2 ഫിംഗർ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പൊസിഷൻ കിട്ടും. ആ പൊസിഷനിൽ ഇടത് കൈ വലത് കൈയുടെ മുകളിലായിട്ട് ലോക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് നമുക്ക് കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ 2 എൽബോസും സ്ട്രൈറ്റ് ആയിരിക്കണം. ഇങ്ങനെ 30 കംപ്രഷൻ കഴിഞ്ഞതിന് ശേഷം ആൾക്ക് 2 റെസ്പിറേഷൻ നമുക്ക് കൊടുക്കാൻ സാധിക്കും വായിലൂടെ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം നമ്മൾ കൊറോണ കാലത്തൊക്കെ ഒരുപാട് വിവരങ്ങൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു ചെസ്റ്റ് കംപ്രഷൻ കൊടുത്തതിന് ശേഷം റെസ്പിറേഷൻ നമ്മൾ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ അവസ്ഥ. കാരണം നമുക്ക് ആൾക്ക് എന്തെങ്കിലും TB അല്ലെങ്കിൽ കോവിഡ് പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ഈ കൊടുക്കുന്ന ആൾക്കും അത് പടരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് കംപ്രഷൻ മാത്രം കൊടുക്കാം. 30 കംപ്രഷൻ കൊടുക്കുക, വീണ്ടും അടുത്ത 30 കംപ്രഷൻ. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. ഒരാൾ നമ്മൾ മുമ്പിൽ ഒരാൾ കുഴഞ്ഞു വീണാണെന്നുണ്ടെങ്കിൽ വേഗം എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന്റെ മുന്നായിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട പ്രാഥമിക കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ മാത്രമേ നമുക്ക് ഒരാളെ സേവ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. വളരെ എലോബറേറ്റഡ് ആയിട്ടുള്ള ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ മെയിനായിട്ടും സ്പോർട്സ് ഇഞ്ചറി നമുക്കിവിടെ മാനേജ്മെന്റ് അവൈലബിൾ ആണ്. ഷോൾഡർ ഡിസ്റ്റോഷ്യ, സ്ട്രെയിൻ മാനേജ്മെന്റ്, അതുപോലെ തന്നെ പീഡിയാട്രിക് എമർജൻസീസ് നമുക്ക് ഒരുപാട് വരുന്നുണ്ട്. ആസ്പിറേഷൻ, ഫീഡ് ചെയ്യുന്ന സമയത്ത് ആസ്പിറേറ്റ് ആയിപ്പോയി, ചോക്കിംഗ് പോലുള്ള അവസ്ഥകൾ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഭംഗിയായിട്ട് മാനേജ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളെ കാഷ്വാലിറ്റി റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങൾ, ബേസിക് ലൈഫ് സപ്പോർട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും ഓർമ്മയിൽ വെക്കുക, ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക. താങ്ക് യു.